ഹായ് ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം ബാട്ടി കാലിക്കറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം INACT മെയ് സെഷൻ്റെ ആപ്ലിക്കേഷൻ ഫോംസ് ഔട്ടായിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെ INACTക്ക് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വളരെ ക്വിക്കായിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ ഫസ്റ്റായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻസിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഫസ്റ്റായിട്ട് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും കേട്ടൊരു വാക്കാണ് OTR എന്നുള്ള വാക്ക്. OTR എന്ന് പറഞ്ഞാൽ വൺ ടൈം രജിസ്ട്രേഷൻ. ഇത് ആക്ച്വലി വൺ ടൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ INACT നിങ്ങൾ മുമ്പ് INA എഴുതിയ ആളുകളാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻസ് മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി നിങ്ങളുടെ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വൺസ് നിങ്ങൾ അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക ആൻഡ് ഫൈനൽ സബ്മിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡയറക്റ്റ്ലി നിങ്ങളുടെ അപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇതാണ് ഒരു ബേസിക് പ്രൊസീജിയർ പറയുന്നത്. സോ നിങ്ങൾ ഫസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഡയറക്റ്റ്ലി വരികയാണെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ഫൈനൽ ഇയർ തൊട്ട് നിങ്ങളുടെ മാർക്ക് അഗ്രിഗേറ്റ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ അഗ്രിഗേഷൻ കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾ മൂവ് ചെയ്യേണ്ടത്. ഓൾസോ നിങ്ങൾ സിംഗിൾ ഇയറിൻ്റെ മാർക്ക് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, ടോട്ടൽ ഇയറിൻ്റെ മാർക്ക് കൊടുത്ത് അതിന് അഗ്രിഗേഷനാണ് എടുക്കേണ്ടത് എന്നാണ്. ഓൾസോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാരണം ഇൻറ്റേൺഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് വളരെ കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റോങ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഡിസ്ക്വാളിഫിക്കേഷൻ ആവുന്നതായിരിക്കും എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഇമേജ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. സോ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് യൂഷ്വലി ഇമേജ് അപ്ലോഡ് ആവാത്ത ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, 10 KB to 200 KBയിലുള്ള ഇമേജ് ആവണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. അതൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആവണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സിഗ്നേച്ചറും സെയിം 5 to 100 KBയിലുള്ള സിഗ്നേച്ചർ ആവണം നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓൾസോ തമ്പ് ഇംപ്രഷനും സെയിം ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ KB നിങ്ങളുടെ സൈസ് എപ്പോഴും ശ്രദ്ധിക്കുക. ഓൾസോ ബ്ലറി ആണെങ്കിൽ റോങ് ആയിട്ടുള്ള ഇമേജസ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തെങ്കിൽ അത് റിജക്ഷനിലോട്ട് പോകുന്നതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാറ്റഗറി സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ OBC അല്ലെങ്കിൽ EWC സ്റ്റുഡൻസ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, OBC മസ്റ്റ് ഹാവ് ഇഷ്യൂഡ് ആഫ്റ്റർ April 1 കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓൾസോ EWS മസ്റ്റ് ബി വാലിഡ് ഫോർ ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നുണ്ട്. റോങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ് ആസ് എ ജനറൽ കാറ്റഗറി ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് റിസർവേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ഇയർ ബേസ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യുക, സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിലുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ഫീസിലോട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും 4,000 rupees ജനറൽ ആൻഡ് OBC കാറ്റഗറി സ്റ്റുഡൻസിനുള്ളത്. 3,200 rupees SC ST EWS കാറ്റഗറിയിലെ സ്റ്റുഡൻസിന്. PW കാറ്റഗറിയിലെ സ്റ്റുഡൻസിന് ഫീസ് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 28 മാർച്ചിന് എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 25th ഏപ്രിലാണ്. ഓൾസോ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നത് May 9th. ഓൾസോ 16th മെയ്യിലാണ് നമ്മളുടെ INACT എക്സാം അവൈലബിൾ ആയിട്ടുണ്ടാവുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. എക്സാം പാറ്റേണിലോട്ട് വരുന്ന സമയത്ത് നീറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എക്സാം പാറ്റേൺ ആണ് ഉള്ളത്. 3 hours ആണ് എക്സാം ഉണ്ടാവുക, 200 questions ആണ് ഉണ്ടാവുക, +1 ഫോർ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ആൻസറിനും -1/3 ആണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, നെഗറ്റീവ് ആൻസർ ഉണ്ടാവുക. സോ നെഗറ്റീവിന് കിട്ടുന്ന ആൻസറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1/3 ആയിരിക്കും. 4 സെക്ഷനായിട്ടാണ് എക്സാംസ് അവൈലബിൾ ആവുക. 50 questions അവൈലബിൾ ആയിട്ടുള്ള 45 minutes അവൈലബിൾ ആയിട്ടുള്ള 4 സെക്ഷൻസാണ് സ്റ്റുഡൻസിന് അവൈലബിൾ ഉണ്ടാവുക. ഓൾസോ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ഓരോ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും ബാക്കിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഓൾസോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ ആണ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. നീറ്റ് MDS എക്സാമിൽ മാർക്ക് ഫോർ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് കാൽക്കുലേറ്റഡ് ആവുന്നുണ്ടാവും. ഇവിടെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോമൺ മിസ്റ്റേക്ക് സ്റ്റുഡൻസ് വരുത്തുന്ന കാര്യം റോങ് മാർക്കിങ്സ് ചെയ്യുക എന്നുള്ളതാണ്, ബ്ലറി ഇമേജസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓൾസോ പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക. സ്കിപ്പിംഗ് ആൻഡ് ഫൈനൽ സബ്മിറ്റ് ബട്ടൺ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ ഏരിയാസിലുള്ള റോങ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യുക, വളരെ നല്ല രീതിയിലൊന്ന് അപ്ലിക്കേഷൻ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഫൈനലായിട്ട് കാര്യം നമ്മളെപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊരു ഫൈനൽ ലാസ്റ്റ് മിനിറ്റിലോട്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന നല്ലൊരു സമയം നോക്കി നല്ല വൈഫൈ അവൈലബിൾ ആവുന്ന ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് അപ്ലിക്കേഷൻസ് ചെയ്യാം. മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓൾസോ നിങ്ങൾക്ക് INACTയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ താഴെ കമൻറ്റിൽ PYQ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ടീം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള INACT ക്വസ്റ്റ്യൻസ് അയച്ചു തരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.